ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കിനും വാപ്പച്ചീനെയും കൊണ്ട്, അതായത് ഇക്കാകാൻ്റെ വാപ്പാനെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോണ ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ. രാവിലെ നമ്മൾ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും റെഡി ആയിട്ട് പോകാമെന്നാണ് ഇരുന്നത്. പക്ഷേ കടയിൽ ആ സമയത്ത് കടയിൽ നോക്കുന്ന ആൾ വരായിരുന്ന കാരണം ഇക്കാക കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് വാപ്പ ആണെങ്കിൽ നേരത്തെ വന്നിട്ടുണ്ട്. സാധാരണ വാപ്പ ഒരു 5 മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി, അതായത് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് കടയിൽ നിന്ന് വരുന്നത്. പക്ഷേ ഇന്നിപ്പം ഈ ഹോസ്പിറ്റലിൽ പോകുന്ന കാരണം ആൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. 7 മണിക്ക് ഇക്കാക്ക ആക്കിയിട്ട് ഇക്കാക്ക ഒരു 8:30 ആകുമ്പോഴത്തേക്കിനും വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് ഈ കാണുന്ന കപ്പ കണ്ടില്ലേ, ഇത് കഴിഞ്ഞ ദിവസം പറിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഉടമസ്ഥർ വന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ. അപ്പം നമ്മൾ അവരും തമ്മിൽ ഇടയ്ക്ക് കാണാറും മിണ്ടാറും ഒക്കെ ഉണ്ട്. അപ്പം അവർ കുറച്ച് മൂടി ഇങ്ങനെ പറിച്ചപ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് കപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-3.5 കിലോളം കപ്പ ഉണ്ടാവും. അപ്പം ഞാനതിങ്ങനെ വാപ്പാടുത്ത് കപ്പ അവർ തന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും വാപ്പ പറഞ്ഞാൽ പിന്നെ രാവിലെ നമ്മൾ പോണേക്ക് മുമ്പ് ഇച്ചിരി കപ്പ പുഴുങ്ങ് വാപ്പച്ചിക്ക് കപ്പ കഴിക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. വാപ്പാക്ക് കപ്പ, ചേമ്പ് അങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും 8-8:45 ആവും നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേന്. എന്നാൽ പിന്നെ 7 മണി ആ ഒരു ടൈം ആയിട്ടുള്ളൂ. അപ്പോൾ കപ്പ ഒന്ന് പുഴുങ്ങി വെച്ചാൽ വാപ്പ അത് കഴിച്ചോളൂ. ഞങ്ങൾക്ക് പിന്നെ എനിക്കും ഉമ്മാക്കും രാവിലെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറയുമ്പോഴത്തേനും കഴിപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം നമ്മളൊന്നും തന്നെ കഴിക്കാറില്ല. പക്ഷേ പാത്തൂന് എന്തെങ്കിലും ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കി വെക്കും കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ അരിഞ്ഞ് നല്ല നീറുള്ള കപ്പയായിരുന്നു കേട്ടോ. നല്ല കപ്പയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി കഴിച്ച് വെക്കിയിട്ടുണ്ടായിരുന്നു. അത് പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് പുഴുങ്ങുന്ന ആ ഒരു സമയത്തിന് ഞാൻ പോയി പെട്ടെന്ന് കുളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ വാപ്പാടെ ഡ്രസ്സൊന്നും തേക്കാനുണ്ടായിരുന്നു. ആളങ്ങനെ വെളിയിൽ പോകാറില്ല. ഇതേപോലെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മരിപ്പ് വന്നെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആൾ വെളിയിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ ഈ വീട് കട വീട് എന്നുള്ളൊരു ടൈപ്പാണ് വാപ്പ, ഇക്കാകാൻ്റെ വാപ്പ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോണതും വാപ്പാനെയും കൊണ്ട്. അതായത് വാപ്പ കോട്ടയത്തേക്ക് അങ്ങനെ പോകല് കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പം ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വാപ്പാൻ്റെ ചേട്ടന്മാരെയും പിന്നെ അതേപോലെ പെങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തേച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെറിയൊരു വലിയ മേക്കപ്പൊന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ. നിന്നില്ല എന്ന് വെച്ചാൽ വലിയ മേക്കപ്പും ചെയ്യാറില്ല. ആകെ എന്തെങ്കിലും ലിപ്സ്റ്റിക് ഇടും, പിന്നെ എന്താ പറയുക സൺസ്ക്രീനും തേക്കും, ഐലൈനർ എഴുതും. അതാണ് എൻ്റെ മേക്കപ്പ്. വേറെ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ക്രീമുകളോ, അതായത് മോയ്സ്ചറൈസർ വെക്കും. അല്ലാത്ത വേറെ ഫൗണ്ടേഷൻ അങ്ങനെ വലിയ പരിപാടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടില്ല. പക്ഷേ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ വേണ്ട, ഇങ്ങനെ തട്ടിമുട്ടിയും പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ നടന്നു. അപ്പോഴത്തേക്കും നമ്മൾ സൺസ്ക്രീൻ തേച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സൺസ്ക്രീനാണ് ഫുള്ള് തീർന്നിട്ട് ഞാൻ ഇപ്പോൾ അടുത്ത ബോട്ടിൽ ഓർഡർ ചെയ്തേക്കോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സൺസ്ക്രീൻ. ആ ഒരു പർപ്പിൾ കളർ ഉണ്ടല്ലോ, ആ ഒരു സൺസ്ക്രീൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ബോട്ടിൽ ഫുള്ള് തീർന്നു. ഇനിയിപ്പോൾ രണ്ടാമത്തെ എനിക്ക് മേടിക്കണം. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണ് ഞാൻ ജസ്റ്റ് ഒരു വിങ് ഇട്ട് മാത്രമേ ഉള്ളൂ. ഈ കുന്തം എടുത്ത് വെക്കുന്ന കാരണം ജസ്റ്റ് ഒരു വിങ് മാത്രമേ ഇട്ടുള്ളൂ. ഇപ്പം എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഈ സംഭവം ഇല്ലാതെ ഇറങ്ങാൻ പറ്റൂല എന്നേ. കാഴ്ചയുടെ ഇതല്ല, മെയിനായിട്ട് മൈഗ്രെയിൻ. എൻ്റെ പൊന്നോ, എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെട്ടം ഒരു പരിധി കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ തലവേദന എടുത്ത് വെട്ടിപ്പൊളി. മൈഗ്രെയിൻ ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്രയും ഭയങ്കര വേദന ഉള്ളൊരു സംഭവം കേട്ടോ. നമ്മൾ ഇല്ലാണ്ടാക്കി കളയും. അപ്പോൾ അത് കാരണം അധികമൊന്നും ഞാൻ കണ്ണെഴുതിയില്ല. ജസ്റ്റ് ഒരു വിങ് ഇട്ടിട്ട് ഈ ഒരു സാമാനം കൂടെ എടുത്ത് വെച്ചു, കണ്ണട. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് എന്നൊക്കെ ഒരുങ്ങി നമ്മുടെ വാച്ച് എടുത്തിട്ടു കേട്ടോ. ഈ വാച്ച് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട കേട്ടോ. എൻ്റെ ഹേർട്ടിനോട് അടുത്ത് നിൽക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള വാച്ചാണ്. കാരണം എൻ്റെ കല്യാണത്തിന് എൻ്റെ ഉപ്പിച്ച് എനിക്ക് ഗിഫ്റ്റ് തന്ന വാച്ചാണ് കേട്ടോ. ആക്ച്വലി അതിൻ്റെ ഓട്ടോ ഒക്കെ നിന്നു. പക്ഷേ എന്നാലും ഇതും കഴിഞ്ഞ് കുറേ വാച്ച് മേടിച്ചു. പക്ഷെ എന്നാലും എനിക്കിത് എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്കറിയില്ല എന്താണെന്നറിയില്ല, ആ വാച്ച് ഇല്ലെങ്കിൽ എനിക്ക് കയ്യിൽ എന്തോ ഒരു അസ്വസ്ഥത പോലെ. എനിക്ക് അത്രയും ഇഷ്ടമാണ് ആ വാച്ച്. കല്യാണത്തിന് കാക്കും എനിക്കും വാപ്പിച്ച് ഗിഫ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ആ സംഭവം ഇട്ടിട്ടേ ഞാൻ പോകുള്ളൂ കേട്ടോ. വേറൊരു വാച്ചിനോടില്ലാത്ത ഒരു വല്ലാത്തൊരു ഫീലിങ്സാണ് എനിക്ക് ആ ഒരു വാച്ചിനോട്. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേ പാത്തുവിൻ്റെ ഡ്രസ്സാണ് കേട്ടോ കാണിച്ചത്. പാത്തുവിൻ്റെ മമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അവളെടുത്ത് കൊടുത്തതാണ് ചെപ്പു എടുത്ത് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. അത് ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ചെപ്പുവിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് ആ ഡ്രസ്സ്. അങ്ങനെ ആ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്ത് ഒരു കൊല്ലം മുമ്പുള്ള ഡ്രസ്സാണ്. പക്ഷേ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും ഒരുങ്ങി കാറിലേക്ക് കയറുമ്പോൾ മെയിനായിട്ട് എടുത്ത് വെക്കുന്ന സംഭവമാണ്. വേറെ ഒരു സാധനം എടുത്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ മീനിൻ്റെ ആ ഒരു ബാസ്ക്കറ്റ് ഉറപ്പായിട്ടും എടുത്ത് വെച്ചിരിക്കും. അതൊക്കെ എടുത്ത് വെച്ച് ഏറ്റവും ലാസ്റ്റ് കയറുന്ന ആൾ ഞാനാണ്. കാരണം ഞാൻ വേണം ഗേറ്റ് അടയ്ക്കാൻ. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് വന്നത്, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വന്നത്.
ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മക്കളെ, ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നവരൊക്കെ ആദ്യം കാണണമെന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്ക് മുന്നെങ്കിലും ഇവിടെ വന്നിരിക്കണം. ഈ ഒരു ക്യൂ കണ്ടില്ലേ, ഓരോ ചെയർ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ നമ്മൾ OP സെക്ഷനിലോട്ട് വിടുന്നത്. നല്ല തിരക്കായിരുന്നു. നമ്മൾ 10 മണിക്ക് ചെന്നു. നമ്മൾ പിന്നെ ആ ഒരു OP 1.5 മണിക്കൂറോളം OP നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഡോക്ടറെ കണ്ടു വരാൻ പറ്റി. അങ്ങനെ നമ്മൾ വാപ്പാനെയൊക്കെ കാണിച്ചു, വാപ്പിച്ചിയുടെ കാലിൻ്റെ വേദനയൊക്കെ കാണിച്ച് നേരെ വാപ്പിച്ചിയുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ കടയിലാണ് കേട്ടോ ഇത്. അവർക്ക് 2 ബേക്കറി ഉണ്ട്. കോട്ടയത്ത് ഇല്ലിക്കൽ ഗ്രാൻഡ് ബേക്ക് എന്നാണ് ആ ഒരു ബേക്കറിയുടെ പേര്. അപ്പോൾ അവർക്ക് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ കടയാണ്. നേരത്തെ കാണിച്ചാണ് എൻ്റെ വാപ്പ, അതായത് ഇക്കാക്കാൻ്റെ വാപ്പിച്ചി. വാപ്പ അപ്പോൾ ഇവരുടെ കടയിൽ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വാപ്പിച്ചീനെയും കൂടെ കാണിക്കാമല്ലോ എന്ന് കരുതി അപ്പം നമ്മൾ വന്ന വഴിക്കായിരുന്നു ആ കട. അവിടെ കയറി വാപ്പിച്ചി ഒന്ന് കയറി കണ്ട് എല്ലാവരും ഒന്ന് കണ്ട് നേരെ ഞങ്ങൾ പോയത് അപ്പച്ചിയുടെ വീട്ടിലേക്കാണ്. അപ്പച്ചി എന്ന് പറയുമ്പോഴത്തേനും വാപ്പിച്ചിയുടെ പെങ്ങൾ, ഇക്കാക്കാൻ്റെ വാപ്പാൻ്റെ പെങ്ങൾ, ആളുടെ വീട്ടിലേക്കാണ്. ഇവിടെ കോട്ടയം വരുമ്പം അപ്പച്ചിയുടെ അടുത്ത് കയറാണ്ട് ഞങ്ങൾ പോവില്ല. അപ്പച്ചിക്ക് അത്രയും സ്നേഹമാണ്, എന്നോട് ഭയങ്കര സ്നേഹമാണ്. നമ്മളിപ്പം കല്യാണം കഴിച്ച് വന്നൊരു കുട്ടിയാണെങ്കിൽ പോലും എന്നോട് ഭയങ്കര ഒരു സ്നേഹമാണ് കേട്ടോ. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പച്ചീനെ. അപ്പോൾ അപ്പച്ചിയുടെ വീട്ടിൽ മെയിനായിട്ട് വരുന്നത് എന്തിനാണെന്നറിയാമോ, അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ കാണുന്ന കായലും ആ ബോട്ടൊക്കെ അവരുടേതാണ് കേട്ടോ. എന്നെ ഒരു ദിവസം, പിന്നെ ഒരു വള്ളമുണ്ട്, മാമാക്കൊരു വള്ളമുണ്ട് അപ്പച്ചിയുടെ ഹസ്ബൻഡിന്. അപ്പോൾ എന്നെ ആ വള്ളത്തിൽ കയറ്റിയൊക്കെ, എനിക്ക് അങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. വള്ളത്തിൽ കയറ്റി മൊത്തം റൗണ്ട് അടിച്ച് മൊത്തം കാണിച്ചു. ആൾക്കിപ്പോൾ വയ്യ, അത് കാരണം വെള്ളത്തിലൊന്നും കയറാൻ പറ്റില്ല. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ എന്താ, അപ്പച്ചിയുടെ വീട്ടിലും കപ്പ. അപ്പോൾ അപ്പച്ചി എന്ന് പറയുമ്പോഴത്തേനും അപ്പച്ചി മാമ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അപ്പച്ചിക്ക് അധികം കാലിന് വേദനയൊക്കെ ആയിട്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ഞാനും കൂടെ കയറും. അപ്പോൾ കപ്പ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കപ്പ നന്നായിക്കോളാം, അപ്പച്ചി കറി വെച്ചോളാൻ പറഞ്ഞു. അപ്പച്ചിയുടെ കറികളൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇവർ ഇക്കാക്ക എന്താണ് ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും പറയും അപ്പച്ചിയുടെ ഫുഡിൻ്റെ കാര്യമൊക്കെ. കാരണം അപ്പച്ചിയുടെ ഫുഡ് അത്രയും സൂപ്പറായിരുന്നു എന്നാണ് ഉമ്മച്ചിയും വാപ്പായും ഇക്കാക്കയൊക്കെ പറയണത്. അപ്പോൾ എനിക്കത് ഇതുവരെയായിട്ടും അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് ഞാനിങ്ങനെ വരുമ്പോൾ അങ്ങനെ കഴിക്കുള്ളൂ. അപ്പോൾ ആ കഴിക്കുന്ന ഫുഡൊക്കെ, അതായത് നമ്മുടെ വലിയ വലിയ ഡിഷസ് ഒന്നുമില്ല, സാധാ മീൻകറിയും ചോറും തോരനും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അതിനൊക്കെ ഉണ്ടല്ലോ ഒരു നാടൻ ടച്ചും നല്ല ടേസ്റ്റുമാണ്. ഞാനൊക്കെ ഉണ്ടാക്കിയാലും അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരില്ല, അത്രയും നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അപ്പച്ചിയുടെ ഇടയ്ക്ക് കഴിച്ചിട്ട് പോകാൻ മക്കളെ എന്നൊക്കെ പറഞ്ഞാൽ അത് കഴിക്കാതെ ഞങ്ങൾ വിടൂലായിരുന്നു. പാത്തുവിനെ കഴിപ്പിക്കലായിരുന്നു എൻ്റെ ടാസ്ക്. പിന്നെ ഞാൻ നിങ്ങളെ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ച്, വീഡിയോ എടുക്കുമ്പോൾ വന്നിരിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു 2-3 വീഡിയോ ഞാൻ അവിടെ നിന്ന് വാരി കൊടുത്തു. പിന്നെ അപ്പച്ചിക്ക് അവിടെ ഒരു പൂച്ചയുണ്ട്, ആ പൂച്ചേനെ കാണിച്ച് അങ്ങനെ കഴിക്കാനൊക്കെ കൊടുത്തു. കാരണം പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഒരു 1:30 ആയപ്പോഴത്തേക്കിനും നമ്മൾ കഴിച്ച് ഇനി അടുത്ത സ്ഥലത്ത് പോകണം. അതുകൊണ്ട് തന്നെ കഴിച്ചിട്ട് ഇറങ്ങണം. ഇങ്ങനെ വാപ്പാനെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയടിക്ക് ജ്യേഷ്ഠന്മാരുടെ വീട്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. കാരണം അല്ലെങ്കിൽ വാപ്പ വരൂല മെയിനായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ചോറ് വെച്ചു. ചോറും പിന്നെ ഈ നമ്മുടെ നെമ്മീൻ്റെ കറിയും ചെറിയ കപ്പയാണെങ്കിൽ നല്ല സോഫ്റ്റ് കപ്പയായിരുന്നു, കുറച്ച് ചമ്മന്തിയും. നമ്മൾ പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് അതിനെ അനുസരിച്ചിട്ട് കഴിക്കുക. അതായത് ഈ ഒരു പോക്കിൽ എൻ്റെ ഡയറ്റ് മൊത്തം തെറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് തന്നെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഡയറ്റ് മൊത്തത്തിൽ തെറ്റിയായിരുന്നു. പക്ഷെ എന്നാലും മാക്സിമം കുറച്ച് തിന്നാനാണ് നോക്കിയത്. അപ്പോൾ നല്ല ഫുഡ് കഴിച്ചു. ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റ പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടാണ് അപ്പച്ചിയുടെ അടുത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ പിന്നെ അപ്പച്ചിയുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ 2ാമത്തെ ബേക്കറി ഉള്ളത് ഇവിടെ ഇല്ലിക്കൽ ടൗണിൽ തന്നെയാണ്. അപ്പോൾ അവർക്ക് എന്നോട് തുണിക്കടയും പിന്നെ ലേഡീസ് സ്റ്റോറും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് മൂത്താപ്പാൻ്റെ വീട്ടിൽ വന്നു. കുറച്ച് നേരം മൂത്താപ്പ അപ്പം ഉണ്ടായിരുന്നില്ല, മൂത്താപ്പ കടയിലായിരുന്നു. അപ്പോൾ മൂത്താപ്പയുടെ മോനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്ന് കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. കുറച്ച് കൂടുതൽ ആരോടാ കൂടുതൽ ഇഷ്ടം ആരോടാ? വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോഴാണ് എന്റെ പേര് പറഞ്ഞത്.
പൊക്കി ആസിനെ പൊക്കി. അതെ, നമുക്ക് സിനിമക്കോ നമ്മൾ വാപ്പാനും ഉമ്മാനെയും വീട്ടിൽ കൊണ്ടുവന്നു, കൂത്താട്ടുളത്തെ വീട്ടിൽ ഇറക്കിയിട്ട് നമ്മൾ പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ഞാനും ഇക്കാകെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ കുറച്ച് ദിവസമായി വന്നിട്ട്. പിന്നെ മക്കളെയൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. മക്കളെന്ന് പറയുമ്പോൾ ഇത്താത്താൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് മക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങളുടെ ആസിക്കുട്ടി അടുക്കളയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജ്യൂസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉമ്മച്ചിയാണെങ്കിൽ ഉച്ചയ്ക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ചാമ്പയ്ക്ക കിട്ടി. അപ്പോൾ ചെന്നപ്പോഴാണ് കേട്ടോ പറയണേ, ചാമ്പയ്ക്ക കിട്ടിയപ്പോൾ ഉമ്മ പറയാ, ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോള് വന്നിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നെന്ന്. അതായത് ഞാൻ ചെന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിയുള്ള സംഭവങ്ങളൊക്കെ, ഈ ചാമ്പയ്ക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ആദ്യം പറയാം, നിത്താത്ത വരുന്ന കാര്യം ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവരെ വിളിച്ച് പറയാറുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു പറയണ്ട, നമുക്ക് പെട്ടെന്ന് ചെല്ലാം. ഞങ്ങളങ്ങനെ ഒരു 6 മണി 5:30 സമയത്തൊന്നും വീട്ടിലേക്ക് അങ്ങനെ ചെന്നിട്ടില്ല കേട്ടോ. പോവുകയാണെങ്കിൽ തന്നെ രാത്രി പോകും, എന്നിട്ട് രാവിലെ വരും. കാരണം ഈ കട ഹോട്ടലായതുകൊണ്ട് തന്നെ നമുക്ക് തീരെ സമയം കിട്ടാറില്ല. അപ്പോൾ അത് തന്നെ രാത്രി വരും, 11 മണി രാത്രി വരും, രാവിലെ ആകുമ്പോൾ പോവുകയും ചെയ്യും. ഈ ഒരു സമയമൊന്നും ഫെമിലിയറേ അല്ല. പക്ഷേ ഈ സമയത്ത് ചെന്നപ്പോൾ അവർക്കും ഭയങ്കര സർപ്രൈസ്ഡായി. എനിക്ക് കൂടുതലും മക്കളെ കാണാനായിട്ടായിരുന്നു. ഇത്താത്തൻ്റെ മക്കളാണെങ്കിൽ എനിക്ക് എൻ്റെ മക്കളെ പോലെയാണ്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഇരിക്കുന്ന സാധനം ഭയങ്കര ബോംബാണ്. ആളങ്ങനെ ഇരിക്കുന്നെങ്കിലും നല്ല രസമാണ് അവൻ്റെ സംസാരമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇക്കാകാന പേടിയാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇക്കാകാനെ ഇങ്ങനെ വിളിച്ച് ഇക്കാകാടെ പുറകെ ചെല്ലും. അപ്പുസേ 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 എന്നും പറഞ്ഞുകൊണ്ട് ഇക്കാക്കാൻ്റെ പുറകെ ചെല്ലും. അപ്പോൾ അത് കാരണം പുള്ളി ഇക്കാക്കായിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും മിങ്കിളായിട്ടൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ തട്ടുകടയുണ്ട്. അവിടെ നല്ല ഈ നമ്മുടെ ബജി പോലത്തെ ചിക്കൻ ഉണ്ടല്ലോ, പക്കോട പോലത്തെ ചിക്കൻ കിട്ടും. നല്ല ടേസ്റ്റാണ്, ഒരു 65-ൻ്റെ ഒക്കെ രീതിക്ക്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇക്കാക്ക പോയിട്ട് മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് സമൂസയും ഈ ഒരു 65 സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് നോക്കിയിരിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. പക്ഷേ 65 ഞാൻ വിട്ടില്ല കേട്ടോ. 65-ന്ന് ഞാൻ എടുത്തു, കാരണം കൊതിയായിട്ട് പാടില്ലായിരുന്നു. പിന്നെ ദേ ഈ വെള്ളയും വെള്ളയല്ല, മക്കനെ ഇട്ടിട്ട് മക്കനെയും ആ ഒരു കുപ്പായൊക്കെ ഇട്ട് നിസ്കരിച്ച് കൊടുത്തുനിന്ന് ഇറങ്ങി വന്നാണ് കേട്ടോ. എൻ്റെ ഉമ്മച്ചിയാണ് കേട്ടോ. ഉമ്മച്ചി ഞാൻ വന്നപ്പോഴത്തേക്കും നിസ്കാരപ്പായിൽ ഇരിക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇറങ്ങി വന്നേക്കാണ് കേട്ടോ ആള്. പിന്നെ ദേ ഇതാണ് ഇത്താത്താൻ്റെ ഇളയത്. ആൾക്ക് ഞാനൊരു ഉമ്മ ചോദിച്ചപ്പം കഴിക്കാൻ തന്നെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. കഴിക്കാൻ നമ്മൾ ചോദിച്ചാലും ആൾ വായിലേക്കൊക്കെ വെച്ച് തരും. എൻ്റെ ദായിമു എന്നാണ് വിളിക്കുന്നത്. അവനിക്ക് പേരിട്ടത് ഞാനാണ്, ദായിം എന്നാണ് പേര്. ദായിമു എന്ന് വിളിക്കും. ഞാനപ്പോൾ പറഞ്ഞു ഇവൻ ഇച്ചിരി കൂടെ ആയി കഴിയുമ്പോഴത്തേനും അവനെ ദാമു നാബു എന്നാരും വിളിക്കായിരുന്നാൽ മതി എന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പേര്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരിട്ട പേരാണ്. എനിക്ക് ബാക്കിയുള്ള മക്കളെ പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഇളയതായിട്ടുള്ള ഇവനും ഭയങ്കര സ്പെഷ്യലാണ്. ആളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നു. പിന്നെ രാത്രി മൊത്തം മക്കളായിട്ട് ഇരുന്നിട്ടുള്ള കമ്പനിയുടെയും ബഹളവും ഒക്കെ ആയിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഉത്സവം പോലെ എല്ലാവരും കൂടെ കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ മക്കളുമായിട്ട് കുറച്ച് നേരം വെളിയിലൊക്കെ ഇരുന്ന് സെറ്റായി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.